ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷനിലെ ഓവർസിയർ സ്വപ്നയ്ക്ക് സസ്പെൻഡ് ചെയ്തത് കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ. തീരുമാനം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ. സ്വപ്ന 14 ദിവസത്തേക്ക് റിമാൻഡിൽ. ഔദ്യോഗിക കാലയളവിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചോ എന്ന് അന്വേഷിക്കാൻ വിജിലൻസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് CPIMന്റെ 1 കോടി രൂപ പിടിച്ചെടുത്ത നടപടി ശരിവെച്ച് ഹൈക്കോടതി. നടപടിക്കെതിരെ CPIM നൽകിയ ഹർജി തള്ളി. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയും നടപടിയും നിയമപരമാണെന്ന് കോടതി. മുൻ ക്രിക്കറ്റ് താരം ശ്രീശാന്തിനെതിരെ അച്ചടക്ക നടപടി. 3 വർഷത്തേക്ക് വിലക്കി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. നടപടി സഞ്ജു സാംസണെ പിന്തുണച്ച് അസോസിയേഷനെതിരെ പരസ്യ പ്രസ്താവന നടത്തിയത്. This is not just a new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. വിഴിഞ്ഞം പുതുകാലത്തിന്റെ വികസന മാതൃകയെന്ന് നരേന്ദ്രമോദി. ഇനി നാടിന്റെ പണം പുറത്തേക്ക് ഒഴുകില്ലെന്നും പ്രധാനമന്ത്രി. अब देश का पैसा देश के काम आएगा. जो पैसा बाहर जाता था वो केरला और विलिंगम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा. കേരളത്തിന്റെ ദീർഘകാല സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമെന്ന് മുഖ്യമന്ത്രി. പദ്ധതി രൂപപ്പെടുത്തിയതും നടപ്പാക്കിയതും LDF സർക്കാർ എന്ന് പിണറായി വിജയൻ. അങ്ങനെ നമ്മൾ ഇതും നേടി. ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത്. ചെലവിന്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത്. കാലം കാത്തുവെച്ച കർമ്മയോഗിയാണ് പിണറായി എന്ന VN വാസവൻ. അവസാനിക്കാതെ വിഴിഞ്ഞം ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിവാദം. LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിലാണ് പദ്ധതി നടപ്പിലായതെന്ന് മന്ത്രി P രാജീവ്. വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കുമെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം ഫേസ്ബുക്കിൽ പങ്കുവെച്ച് VD സതീശൻ. പുലർച്ചെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് കോൺഗ്രസ് നേതാക്കൾ. പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്ന് MM ഹസൻ. ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രിയുടെ ഒളിയമ്പ്. വിഴിഞ്ഞം ഉദ്ഘാടനം ചിലരുടെ ഉറക്കം കെടുത്തുന്നുവെന്ന് മോദി. ശശി തരൂരും പിണറായിയും ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളാണല്ലോ എന്നും പ്രധാനമന്ത്രി. മന്ത്രി VN വാസവന്റെ പ്രസംഗവും ആയുധമാക്കി. ഇടത് സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുന്നത് നല്ല കാര്യമെന്നും മോദി. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്തുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റത് തിരുവനന്തപുരം സ്വദേശി അൻഷാദിന്. സംഘർഷം വാക്കുതർക്കത്തെ തുടർന്ന് ആക്രമണം 4 പേർ ചേർന്നെന്ന് പോലീസ്. അൻഷാദ് ഗുരുതര പരിക്കുകളോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ്. PV അൻവറിനെ സഹകരിപ്പിക്കാൻ UDF തീരുമാനം. എങ്ങനെ സഹകരിപ്പിക്കണമെന്നത് തീരുമാനിക്കാൻ പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തി. തീരുമാനം കോഴിക്കോട് ചേർന്ന UDF യോഗത്തിൽ. മുന്നണി പ്രവേശനം സംബന്ധിച്ച് UDFുമായി ഒരു തരത്തിലുള്ള വിലപേശലിനുമില്ലെന്ന് PV അൻവർ. തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനം നടപടിക്രമത്തിന്റെ ഭാഗമെന്നും അൻവർ. ഞാൻ UDF ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞത് അങ്ങനെ ബാർഗൈനിങ്ങേ നമുക്കില്ല. നമ്മുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോക്കിന് UDFന് എങ്ങനെ നമ്മളെ കൂടെ നിർത്താൻ കഴിയും എന്ന് നിങ്ങൾ ആലോചിച്ചോ? നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ്. ED നൽകിയ കുറ്റപത്രത്തിൽ ഇരുവരും മറുപടി നൽകണം. നോട്ടീസ് അയച്ചത് ഡൽഹി റോസ് അവന്യൂ കോടതി. കോടതിയിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കി ED. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വിമാന കമ്പനികൾ പാക് വ്യോമപാത ഒഴിവാക്കുന്നതായി റിപ്പോർട്ടുകൾ. പാകിസ്ഥാനെ കൈയൊഴിഞ്ഞത് യൂറോപ്പിലെ 6ഓളം വിമാന കമ്പനികൾ. പാത മാറ്റിയത് ബ്രിട്ടീഷ് എയർവേസ്, ലുത്താൻസ, സ്വിസ്, എയർ ഫ്രാൻസ് അടക്കമുള്ള സർവീസുകൾ. പാകിസ്ഥാന് കോടികളുടെ നഷ്ടം.
നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. കുപ്വാര, ബാരമുള്ള, പൂഞ്ച് എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ശക്തമായി തിരിച്ചടിച്ച് സൈന്യം. ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു. വാഘ അതിർത്തി തുറന്ന പാകിസ്ഥാൻ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. അടുത്ത 3 മണിക്കൂർ 6 ജില്ലകളിൽ റെഡ് അലേർട്ട്. രാത്രി 8 മണി ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് പലയിടത്തും വെള്ളക്കെട്ട്. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി. ഡൽഹിയിൽ കനത്ത മഴയിലും കാറ്റിലും 4 മരണം. വീടിന് മുകളിൽ മരം വീണ് ദ്വാരകയിൽ അമ്മയും 3 കുട്ടികളും മരിച്ചു. നഗരത്തിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട്. വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. തലസ്ഥാനത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്.